തെക്കൻ കേരളത്തിൽ 22 സ്ഥലങ്ങളിൽ മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. അടിയന്തര സിവിൽ ഡിഫൻസ് തയ്യാറെടുപ്പ് പരിശീലനം കേന്ദ്രീകരിച്ചത് സർക്കാർ ഓഫീസുകളിലും ഷോപ്പിംഗ് മാളുകളിലും സ്കൂളുകളിലും. അഗ്നിശമന സംവിധാനം മുതൽ പ്രാഥമിക ചികിത്സ നൽകൽ വരെയുള്ള മോക്ക് ഡ്രിൽ എക്സസൈസുകൾ വിജയകരമായി പൂർത്തിയാക്കി. ശത്രുരാജ്യം വ്യോമാക്രമണം നടത്തുന്നതിന്റെ സൂചനയായി വിവിധ കേന്ദ്രങ്ങളിൽ എയർ റെയ്ഡ് സൈറണുകൾ മുഴങ്ങിയതോടെയാണ് മോക്ക് ഡ്രില്ലിന് തുടക്കമായത്. പിന്നാലെ അതിവേഗ രക്ഷാപ്രവർത്തന നീക്കങ്ങൾ. അഗ്നിശമന, പോലീസ്, സിവിൽ ഡിഫൻസ് സംവിധാനങ്ങൾ കുതിച്ചെത്തി. തീപിടുത്തത്തിൽ നിന്നുള്ള രക്ഷപ്പെടുത്തൽ, കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിയവരെ പുറത്തെത്തിക്കൽ, പ്രാഥമിക ചികിത്സ നൽകൽ തുടങ്ങിയവ മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി വിജയകരമായി പൂർത്തിയാക്കി. തലസ്ഥാനത്ത് ദുരന്ത നിവാരണ അതോറിറ്റി ആസ്ഥാനം, റെയിൽവേ സ്റ്റേഷൻ, ലുലു മാൾ, വികാസ് ഭവൻ, VSSC, വിവിധ സ്കൂളുകൾ എന്നിങ്ങനെ 9 കേന്ദ്രങ്ങളിലായിരുന്നു മോക്ക് ഡ്രില്ലുകൾ നടത്തിയത്. കൊല്ലത്തും പത്തനംതിട്ടയിലും 7 ഇടങ്ങളിൽ സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. കൊല്ലം ഹോക്കി സ്റ്റേഡിയത്തിൽ താൽക്കാലിക ആശുപത്രി സംവിധാനവും ഒരുക്കിയിരുന്നു. പത്തനംതിട്ട ജില്ലാ കളക്ടറേറ്റ്, തിരുവല്ല റവന്യൂ ടവർ, സ്കൂളുകൾ, ഹോസ്റ്റലുകൾ എന്നിങ്ങനെ 7 സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പത്തനംതിട്ടയിലെ മോക്ക് ഡ്രില്ലുകൾ. കൊല്ലം, പത്തനംതിട്ട ബ്യൂറോകൾക്കൊപ്പം ജനം, തിരുവനന്തപുരം.